ജിഷ്ണു, നമ്മൾ ഒരു ചോദ്യമായി ചോദിച്ചത് ഇത് ചതിയോ എന്നാണ്. ഇത് ചതിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് വേണം പറയാൻ. കാരണം പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ആണെന്നും അവരിത് ചെയ്തുമെന്നും നമുക്കറിയാമെങ്കിൽ പിന്നെന്തിന് നമ്മൾ പാകിസ്ഥാനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. ശരി, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ടോ? ശക്തമായി ഭാരതം തിരിച്ചടിക്കുന്നുണ്ടോ? കൃഷ്ണാജ്, നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ജമ്മു സെക്ടറിലാണ് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. അഗ്നൂറിലും കൂടാതെ ഉദ്ധംപൂർ, നൌഷാര സെക്ടറുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് ശ്രീനഗർ, ഉദ്ധംപൂർ മേഖലകളിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ജയ്സാൽമീർ, രാജസ്ഥാൻ അതിർത്തിയായിട്ടുള്ള ജയ്സാൽമീറിലുമാണ് ഇവിടങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടിട്ടുള്ളത്. അത് തീർച്ചയായും ഡ്രോൺ ആക്രമണം നമ്മുടെ പ്രതിരോധ നിര തകർത്തതിന്റെ സ്ഫോടനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ കണ്ടതുപോലെയുള്ളൊരു പരക്കെയുള്ള ആക്രമണം, ഡ്രോൺ മിസൈൽ ആക്രമണം നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ വളരെ കൃത്യമായി വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനവും പ്രതികരണവും. ജിഷ്ണു, ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് ആർഎസ്പുരയിലെ പാക് ഷെല്ലാക്രമണത്തിൽ 7 ജവാന്മാർക്ക് പരിക്കേറ്റു, 1 ജവാന് വീരമൃത്യു എന്നാണ്. ആർഎസ്പുരയിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഷെല്ലാക്രമണവും വെടിവെപ്പും നടന്നു എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അതായത് ആർഎസ്പുര, നൌഷാര, അഗ്നൂർ ഈ മേഖലകളിലാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കര അതിർത്തിയിൽ ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും അഗ്നൂർ മേഖലയിലും ഒപ്പം ഈ നൌഷാര മേഖലയിലുമെല്ലാം ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിയോ നടന്നിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരേണ്ടത്. തീർച്ചയായും ഇത്തരം റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടിയുന്ന പാകിസ്ഥാന് മേൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വളരെ കൃത്യമായി വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുമ്പോൾ നമ്മുടെ സൈന്യവും ഭരണ നേതൃത്വവും വ്യക്തമാക്കിയത് പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് തന്നെയാണ്. പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് നിലവിൽ ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനത്തിന് അതിശക്തമായിട്ടുള്ള വില പാകിസ്ഥാൻ നൽകേണ്ടി വരും. അതിനെ മനസ്സിലാക്കേണ്ടത് ഈ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് അംഗീകാരം ഉണ്ടായെങ്കിലും സൈന്യം ഭരണ നേതൃത്വത്തിന് വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത്. കാരണം പാകിസ്ഥാൻ സൈന്യം ഈ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുകയോ അതിനനുസൃതമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പ്രകോപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിശക്തമായിട്ടുള്ളൊരു ഷെല്ല് ആക്രമണം ഒപ്പം വെടിവെപ്പുമാണ് ഇപ്പോൾ കരമേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി വ്യോമ അതിർത്തികളിൽ അല്ലെങ്കിൽ വ്യോമമാർഗത്തിലൊരു വലിയ പ്രതികരണം ഇതുവരെ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്.